ഹലോ എവരിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ മെയിൻസിന് ഇപ്പോൾ PSC പുതിയൊരു സിലബസ് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസിനകത്ത് പേപ്പർ 2 വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു മൊഡ്യൂൾ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ പേപ്പർ 2 സിലബസ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് അവർ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് 2 മൊഡ്യൂളുകളാണുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഈ 2 കാര്യങ്ങളും പല ഏരിയാസിലും അല്ലെങ്കിൽ ഒരു പരിധി വരെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അല്ലാതെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിനകത്തുള്ള പല തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടും ഒരുമിച്ചൊക്കെ പഠിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളുടെ PSC സിലബസിനകത്ത് അല്ലെങ്കിൽ ഈ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ സിലബസിനകത്ത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും 2 സെപ്പറേറ്റ് മൊഡ്യൂൾസാണ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. 10 മാർക്ക് വീതമുള്ള 2 ടോപ്പിക്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ലാസ്സിൽ കവർ ചെയ്യുന്നതും 2 സെപ്പറേറ്റ് അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 13ഓളം ടോപ്പിക്കുകളാണ് PSC തന്നിട്ടുള്ളത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷന്, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ മോഡേൺ അപ്രോച്ച് ടു അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെൻറ്റ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 13ഓളം ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് അഡ്മിനിസ്ട്രേഷൻ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്താണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യം ഓർത്തിരിക്കുക, ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് മാത്രമാണ് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ളതെങ്കിലും നമ്മളിതിനകത്ത് പ്ലെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കാരണം ഏറ്റവും അധികം ഈ പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനകത്ത് ശരിക്കും വരുന്ന ഈ തിയറീസ് എല്ലാം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ മലയാള വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണം അല്ലെങ്കിൽ ഭരണം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു സിവിലൈസേഷനായിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടേ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ച സമയത്ത് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് അവിടെയും ഒരു ഭരണ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു കാര്യനിർവഹണ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. കാരണം അതല്ലാതൊരു സൊസൈറ്റിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ സിവിലൈസേഷണൽ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ചരിത്രത്തിൻ്റെ അത്ര തന്നെ പഴക്കം ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഗതിക്കും ഉണ്ട്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റായിട്ട്, ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് ആളുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് പോലെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യത്തിന് സിസ്റ്റമാറ്റിക്കലി ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ പഠിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. കമ്പയർ ടു ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ സയൻസുമായിട്ടോ അല്ലെങ്കിൽ എക്കണോമിക്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ അടുത്ത കാലത്താണ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ആൾക്കാർ പഠിക്കാൻ തുടങ്ങുന്നത്. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 150 വർഷത്തിൽ താഴെ പഴക്കം മാത്രമേ അല്ലെങ്കിൽ ഒരു 150 ഇയേഴ്സിൻ്റെ ഒരു ചരിത്രം മാത്രമേ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ല, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതിനൊരു സബ്ജക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് കണക്കാക്കാൻ തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് 1887 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1887 എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ പിതാവായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് പഴയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എസ്പെഷ്യലി 1-ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടിരുന്ന ആളാണ് വുഡ്രോ വിൽസൺ. പക്ഷേ വുഡ്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറുന്നതിന് മുമ്പ് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനകത്ത് അല്ലെങ്കിൽ ഹിസ്റ്ററിക്കകത്തൊക്കെ നല്ല നോളജുള്ള ഒരു സ്കോളറായിരുന്നു, ഒരു PhD ഹോൾഡറാണ്, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ പ്രസിഡൻ്റ് ആയിട്ടിരുന്നിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ അദ്ദേഹം 1887 ഈ അമേരിക്കയിൽ ഈ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഒരു പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേണലുണ്ട്. അതാണ് പൊളിറ്റിക്കൽ സയൻസ് ക്വാർട്ടർലി എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസ് ക്വാർട്ടർലി എന്ന് പറയുന്ന പിയർ റിവ്യൂഡ് ജേണലിനകത്ത് 1887 വുഡ്രോ വിൽസൺ പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്. ഓക്കെ, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വർക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ടാണ്, അതായത് ഈ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വുഡ്രോ വിൽസൻ്റെ ഈ എസ്സേ പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷമാണ് 1887. സോ ഇതാണ് അഡ്മിനിസ്ട്രേഷനെ സെപ്പറേറ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങളുടെ ഒരു തുടക്കമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 150 ഇയേഴ്സിൻ്റെ മാക്സിമം അത്രയും കാലത്തിൻ്റെ ഒരു ചരിത്രമേ ഈ ഒരു സബ്ജക്റ്റിനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം ഇതാണ്. ഇനി നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് അല്ല, ആ പ്രോസസ്സിൻ്റെ മീനിങ് അല്ല ഞാൻ പറയുന്നത്, ഈ വാക്ക്, ഓക്കെ, അഡ്മിനിസ്റ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് എവിടുന്ന് വന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യനിർവഹണം അല്ലെങ്കിൽ ഭരണം എന്നുള്ളതാണ് അതിൻ്റെ മലയാള അർത്ഥം. അപ്പോൾ ഈ അഡ്മിനിസ്റ്റർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു എറ്റിമോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ വാക്കിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ ഒരു സോഴ്സ് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ, ഇത് 2 ലാറ്റിൻ വാക്കുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തതാണെന്ന് പറയാം. ഓക്കെ, ഇന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേയ എന്ന് ഒരുമിച്ച് പറയും, പക്ഷേ ഇത് ശരിക്കും 2 ലാറ്റിൻ വാക്കുകളാണ്. അഡ് എന്ന് പറയുന്നൊരു ലാറ്റിൻ വാക്കുണ്ട്, അതേപോലെ തന്നെ മിനിസ്ട്രേയ എന്ന് പറയുന്നൊരു ലാറ്റിൻ വാക്കുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേയ എന്ന് പറയും. അതിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു എന്നാണ്. ഓക്കെ, മിനിസ്ട്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ അല്ലെങ്കിൽ മാനേജ് എന്നുള്ളതാണ് മിനിസ്ട്രേയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അഡ്മിനിസ്ട്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കെയർ ഫോർ അല്ലെങ്കിൽ ടു മാനേജ് എന്നാണ് അഡ്മിനിസ്ട്രേയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ലിബറലായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു കെയർ ഫോർ അല്ലെങ്കിൽ ടു മാനേജ് അഫെയർസ് അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, കാര്യങ്ങൾ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ കെയർ ചെയ്യുക. ഇപ്പോൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്, ഇവിടുത്തെ ഭരണം നടത്തുന്നത് എങ്ങനെയാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്, ജനങ്ങളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേയ എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേയ എന്ന് പറയുന്ന 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്നുള്ള വാക്ക് എമേർജ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫാക്റ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ, അഡ്മിനിസ്ട്രേഷന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഒരുപാട് സ്കോളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനേഷൻസിനകത്ത് പ്രധാനപ്പെട്ട ചില ഡെഫിനേഷൻസ് നമ്മളിനി പഠിക്കും. അതിനു മുമ്പ് ജനറലി, ഓക്കെ, ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ പറയാറുള്ളത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ ദി പേർപ്പസ് ഓഫ് അച്ചീവിങ് ഡിസൈഡ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ചില ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട്, ഓക്കെ, ഒരു സംഘമായിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതെന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് എക്സാമ്പിൾസ്, നിങ്ങളിതിനൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനകത്ത് കുറേ എക്സാമ്പിൾസ് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ കമ്പനിയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ആ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്ന് പരസ്പരം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അത് ഉറപ്പുവരുത്തലാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ജോലി. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക, ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ്, ഈ രാഷ്ട്രം ഇവിടുത്തെ ഭരണം നടത്തുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ ആ ആളുകൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചില ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇതൊരു കുറച്ചൊരു ടെക്നിക്കലായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതിനെ നിങ്ങൾ റിയൽ ലൈഫ് സിനാരിയോയുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. കാരണം എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് മേ ബി ഒരാൾക്ക് ഡിഫൈൻ ചെയ്യാം, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവരുടെ ഡെയിലി ലൈഫിനകത്ത് അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ കമ്പയർ ഇറ്റ് ടു യുവർ ഡെയിലി ലൈഫ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന അല്ലെങ്കിൽ
പ്രവർത്തിക്കുന്ന മേഖലയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് കോപ്പറേഷൻ ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, ഒരു കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യലാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, ഞാൻ ഡെഫിനേഷൻ അല്ല പറയുന്നത്, എന്താണ് അഡ്മിനിസ്ട്രേഷൻ അല്ല ചോദിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മീനിങ് ആണ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു, അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിസിപ്ലിൻ. ഓക്കെ, അതൊരു സബ്ജക്റ്റാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കൊരു ഡിസിപ്ലിനായിട്ട് കാണാം, ഇതിനൊരു സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് എന്നൊക്കെ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉള്ളതുപോലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ലേണിംഗ് ഓർ ഇൻ്റലക്ച്വൽ ഡിസിപ്ലിൻ. ഓക്കെ, അതായത് ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഒരു വൊക്കേഷനായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ഒരു വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ഇപ്പോൾ ഒരു കമ്പനിയിലെ മാനേജർ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെർവൻറ്റ്, അയാൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ഒരു IAS ഓഫീസർ, അയാൾ ചെയ്യുന്ന ജോലി അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ അതൊരു വൊക്കേഷനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇതൊരു സബ്ജക്റ്റ് അല്ല. ആ വർക്ക് ചെയ്യുന്ന ആൾ, ഒരു IAS ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അയാളുടെ ജോലിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു പ്രൊഫഷനായിട്ട് കാണാം, ഒരു ഒക്യുപ്പേഷനായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ട്രേഡായിട്ട് കാണാം. ഓക്കെ, സോ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു വൊക്കേഷനാണെന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോസസ്സായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, അതായത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒരു മാത്രമല്ല, അതൊരു സബ്ജക്റ്റ് മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്. ഹൗ യു അഡ്മിനിസ്റ്റർ ദ പോലീസ് ഫോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വാക്കും കൂടിയാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാണോ ആ തലപ്പത്തിരിക്കുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ വിളിക്കാനുള്ള ഒരു പേരായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നത്, പ്രാക്ടിക്കലി അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡൻറ്റിനൊക്കെ മാറ്റി നിർത്തി നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എന്ത് വിളിക്കും? മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ മോദി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ പറയാറില്ല. പക്ഷേ നിങ്ങൾ US നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ ട്രംപാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കും. ഒബാമയാണ് ഭരിക്കുന്നതെങ്കിൽ ഒബാമ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കും. ജോ ബൈഡൻ ആണ് ഭരിക്കുന്നതെങ്കിൽ ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒന്നും മാറുന്നില്ലല്ലോ, ഈ തലപ്പത്തിരിക്കുന്ന ആൾ മാത്രമാണ് മാറിയത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിനെ ഡിനോട്ട് ചെയ്യാനും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിനെ വിളിക്കാനുള്ളൊരു പേരായിട്ടും അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, മോദി അഡ്മിനിസ്ട്രേഷൻ, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ഒബാമ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഡിനോട്ട് ചെയ്യാനുള്ള ഒരു വേർഡായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസിപ്ലിനാണ്. അഡ്മിനിസ്ട്രേഷനകത്ത് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൊക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഏരിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ പലപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ പേരിനെ ഡിനോട്ട് ചെയ്യാനും ഒരു പേരിൻ്റെ കൂടെയും ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ എറ്റിമോളജിക്കലായിട്ടുള്ളൊരു അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്, അതേപോലെ തന്നെ എന്നാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയത്, എന്താണ് അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ്, ആ മീനിങ് ഈ 4 കോണ്ടെക്സ്റ്റിൽ എന്താണെന്നും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്ന വലിയൊരു ശതമാനം ടോപ്പിക്കുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് എന്നറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മേജർ സ്കോളേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ LD വൈറ്റ്, ഫെലിക്സ് എ നീഗ്രോ, അതേപോലെ തന്നെ
ലൂതർ ഗള്ളിക്ക്, ഹെൻറി ഫയോൾ ആക്ച്വലി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനകത്തുള്ളൊരു എക്സ്പേർട്ട് ആണ്. ഓക്കെ, പക്ഷേ ഇവരൊക്കെ അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇവർ പല കോണ്ടെക്സ്റ്റിലും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ജനറലി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഇപ്പോൾ ഇ.എൻ. ഗ്ലാഡൻ എന്ന് പറയുന്ന തിങ്കർ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലോങ് ആൻഡ് സ്ലൈറ്റ്ലി പോംപസ് വേർഡ് ബട്ട് ഇറ്റ് ഹാസ് എ ഹംബിൾ മീനിങ് ഫോർ ഇറ്റ് മീൻസ് ടു care for or look after people, to manage affairs, and it is determined action taken in pursuit of കോൺഷ്യസ് പേർപ്പസ്. അതായത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആക്ഷനാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കെയർ ചെയ്യുക, ആളുകളുടെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, അല്ലെങ്കിൽ അഫയേഴ്സ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇ.എൻ. ഗ്ലാഡൻ അതിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഫെലിക്സ് എ നിഗ്രോ എന്ന് പറയുന്ന ആൾ ഇതിന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കംപ്ലിഷ് എ പേർപ്പസ് എന്നാണ്. അതായത് ഒരു പേർപ്പസ്, ഓക്കെ, ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആളുകളെ, ഓക്കെ, മനുഷ്യരെ, അതേപോലെ തന്നെ മെറ്റീരിയൽസ്, സാധന സാമഗ്രികൾ, ഇതിനെ രണ്ടിനെയും ഓർഗനൈസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഫെലിക്സ് എ നിഗ്രോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അഡ്മിനിസ്ട്രേഷൻ ആസ് എ പ്രോസസ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് നോക്കുക, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, റെയിൽവേക്കകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഓക്കെ, അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, അവർ ഓർഗനൈസ് ചെയ്യണം, അവരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. റെയിൽവേക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽസും ഇതേപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം, അത് യൂസ് ചെയ്യണം. സോ അഡ്മിനിസ്ട്രേഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എൽ.ഡി. വൈറ്റ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇപ്പോൾ ഫെലിക്സ് എ നെഗ്രോ കൊടുത്തിട്ടുള്ളതിന് സമാനമായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് എൽ.ഡി. വൈറ്റും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ, മെനി പേഴ്സൺസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ആളുകൾ, ഓക്കെ, ആളുകളെ ചില പേർപ്പസുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, ആളുകൾക്ക് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, ഇതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എൽ.ഡി. വൈറ്റ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ. ഓക്കെ, അതേപോലെ ലൂതർ ഗള്ളിക്ക്, ഓക്കെ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളേഴ്സിൽ ഒരാളാണ് ലൂതർ ഗള്ളിക്ക്. ഈ ലൂതർ ഗള്ളിക്കിൻ്റെ പേര് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും കേൾക്കും. ഈ ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതായത് നമ്മൾ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, നമ്മൾ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. ഓക്കെ, ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക, അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഗെറ്റിംഗ് തിങ്സ് ഡൺ, ഓക്കെ, കാര്യങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ചെയ്യുക, അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെൻറി ഫയോൾ എന്ന് പറയുന്നൊരു തിങ്കർ ഉണ്ട്. ആക്ച്വലി മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹെൻറി ഫയോളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഈ ഹെൻറി ഫയോൾ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ളൊരു ഡെഫിനേഷനാണ്, ടു അഡ്മിനിസ്റ്റർ ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയില്ലേ, അതായത് നാളെ നടക്കാൻ പോകുന്നത് ഇന്നതാണെന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക, അത് ഫോർകാസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുക, പ്ലാന് തയ്യാറാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന് ഡിഫറെൻറ്റ് തിങ്കേഴ്സ് കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് എന്ന് പറയുന്നത്. ടു എ ലാർജർ എക്സ്റ്റെൻറ്റ് ഇതിനെല്ലാത്തിനെയും കൂടി നിങ്ങൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനകത്തും ഇവർ പറയുന്നത് ഒരേ കാര്യമാണ്. ഞാൻ നേരത്തെ ഈ തുടക്കത്തിൽ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനേഷനാണ്. കോമൺ ആയിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് ചില ആൾക്കാർ അതിനെ പർപ്പസ് എന്ന് വിളിക്കും, ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും, ഗോൾസ് എന്ന് വിളിക്കും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, ഇതാണ് അഡ്മിനിസ്ട്രേഷൻ. ഇവരെല്ലാവരും അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതാണ്. പക്ഷേ ഈ പറയുന്ന ഡെഫിനിഷൻസ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ ലൂതർ ഗള്ളിക്ക്, ഹെൻറി ഫയോള്, എൽ.ഡി. വൈറ്റ് ഇവരുടെയൊക്കെ ഡെഫിനിഷൻസ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മേ ബി ഓക്കെ, ഇവർ വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് അത് ആര് പറഞ്ഞതാണെന്നൊക്കെ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഓർത്തിരിക്കുക, ഇതല്ലാതെ ഒരുപാട് ഡെഫിനിഷൻസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇഷ്ടം പോലെ ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പോൾ വുഡ്രോ വിൽസണൊക്കെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ വുഡ്രോ വിൽസൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ പറയാത്തതിൻ്റെ കാര്യം, ആ സെയിം ഡെഫിനിഷൻ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുന്ന സമയത്ത് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഏരിയയിൽ കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേഷനെ ബേസിക്കലി നിങ്ങൾക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള, അപ്പോൾ കമ്പനികളിലൊക്കെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷനാണ്.
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. അതൊരു രാജ്യത്തിൻ്റെ ഭരണമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഇത് പ്രൈവറ്റ് സെക്ടറിലും അപ്ലിക്കബിൾ ആണ്, പബ്ലിക് സെക്ടറിലും അപ്ലിക്കബിൾ ആണ്. എന്താണ് കാര്യനിർവഹണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന മറ്റു ചില വാക്കുകളുണ്ട്. പലപ്പോഴും ആളുകൾ സിനോണിമസ് ആയിട്ട്, അതായത് അഡ്മിനിസ്ട്രേഷന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, ചില ആൾക്കാർ ഓർഗനൈസേഷൻ എന്ന് പറയും, ചില ആൾക്കാർ മാനേജ്മെൻറ്റ് എന്ന് പറയും. പക്ഷേ ഈ 3 വാക്കുകൾക്കും നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 മീനിങ് ആണുള്ളത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ വേറെയാണ്, മാനേജ്മെൻറ്റ് വേറെയാണ്, അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷനും വേറെയാണ്. ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് 3 വാക്കുകളും സിനോണിമസ് അല്ല, ഒരേ അർത്ഥം വരുന്ന 3 വാക്കുകളല്ല. ദീസ് 3 വേർഡ്സ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് വേർഡ്സ്. ഓക്കെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള കാര്യങ്ങളാണ് ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഓർഗനൈസേഷനും. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെ മീനിങ് എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ ഓർഗനൈസേഷനും മാനേജ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാറുള്ളത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ ഡിഫൈൻ ചെയ്യുക. അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. ഓക്കെ, വാട്ട് ടു ഡു. ഓക്കെ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെയിൽവേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നടക്കുന്നതെങ്കിൽ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ലാഭം ഉണ്ടാക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ബെറ്റർ ആക്കുകയാണോ വേണ്ടത്, ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടത്, ഇത്തരത്തിലൊരു ഗോൾ ഉണ്ടാവുമല്ലോ ഇവർക്ക്. അതാണ് വാട്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്, നമ്മുടെ ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതുകൂടാതെ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള പോളിസീസ്, ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ബ്രോഡർ പോളിസി തയ്യാറാക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഗോള്, ബ്രോഡർ പോളിസീസ്, ഇതനുസരിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ, ഓക്കെ, ഈ പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ജോലിക്കാരെ വേണമല്ലോ, ഹ്യൂമൻ ബീയിങ്സ്, മെറ്റീരിയൽസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, വർക്കിംഗ് സ്പേസ്, ഈ കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അറേഞ്ച് ചെയ്തുകൊണ്ട്, ഓക്കെ, എന്തിനാണ് ഇതിനെ സിസ്റ്റമാറ്റിക് മാനറിൽ അറേഞ്ച് ചെയ്യുന്നത്, ഈ ഗോൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അറേഞ്ച്ഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ടു അച്ചീവ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഈ അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഗോൾ സെറ്റ് ചെയ്യുന്നു, എന്താണ് നേടേണ്ടതെന്ന് പറയുന്നു. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെയും മെറ്റീരിയൽസിനെയും റിസോഴ്സസിനെയും ഒക്കെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറി. അതാണ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഗോൾ സെറ്റ് ചെയ്യുന്നു, ഓർഗനൈസേഷൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ഗോളായി, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി, ആളുകളും സാധനങ്ങളും ഒക്കെ ആയി. ഇനി അടുത്ത ചോദ്യം, ഈ ഗോള് ഈ ആളുകളെയും ഈ മെറ്റീരിയൽസും വെച്ചിട്ട് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും. ഓക്കെ, ഹൗ ക്യാൻ വി അച്ചീവ് ദാറ്റ് ഒബ്ജക്റ്റീവ്, അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗൈഡ്സ് ആൻഡ് ഡയറക്റ്റ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ആളുകൾ, സാധനങ്ങൾ, സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ആളുകളെയും സാധന സാമഗ്രികളെയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ലക്ഷ്യം നേടേണ്ടത്, അത് തീരുമാനിക്കലാണ് മാനേജ്മെൻറ്റിൻ്റെ ജോലി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് അഗെയിൻ എടുത്തു കഴിഞ്ഞാൽ, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഗോള് സെറ്റ് ചെയ്യുന്നു. റെയിൽവേ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതൊരു ഓർഗനൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഈ പറയുന്ന ആളുകളെ, ഈ മെറ്റീരിയൽസിനെ, എക്യുപ്മെൻറ്റുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് പറയും. അതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, administration set the goal, organization provides the institution, and management actually guides the institution to achieve that goal. അത് അഡ്മിനിസ്ട്രേഷൻ എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറയും, ഓർഗനൈസേഷൻ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഓർഗനൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റും. മാനേജ്മെൻറ്റ്
ഈ പറയുന്ന ഓർഗനൈസേഷനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് ഗൈഡ് ആൻഡ് ഡയറക്ട് ദ ഓർഗനൈസേഷൻ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഗോൾസ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഷുഡ് വി അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഗോൾ സെറ്റ് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മൂവിങ് പാർട്സ് ആണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുക എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റ് ചെയ്യുന്നു, ബ്രോഡർ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യുന്നു. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെൻ ആൻഡ് മെറ്റീരിയൽസിനെ ഒരു സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ചുകൊണ്ട്, ഈ ഓർഗനൈസേഷനെ വെച്ചുകൊണ്ട് എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഗൈഡ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫീൽഡ് ഓഫ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിഫറൻസിയേഷൻ എല്ലാ സ്കോളേഴ്സും ഇതേപടി അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ ഇതിനെ അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും ഒക്കെ വേറെ രീതിയിലാണെന്ന് കാണുന്ന സ്കോളേഴ്സും ഈ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീറ്റർ ഡ്രക്കർ എന്ന് പറയുന്ന ഒരു സ്കോളറുണ്ട്. അദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ബേസിക്കലി ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എക്കണോമിക് പെർഫോമൻസിനാണ് പ്രയോറിറ്റി കിട്ടുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോൺ ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതായത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റിനും മറ്റൊരു മീനിങ് ആണ് പീറ്റർ ഡക്കർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റു ചില തിങ്കേഴ്സ് ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അവർ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റൊട്ടീനായിട്ടുള്ള ഫങ്ഷൻസ്, ഓക്കെ, ഒരു കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന റൊട്ടീൻ ഫങ്ഷൻസ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ റിസ്ക് ടേക്കിംഗ്, ഡൈനാമിക്, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് കുറച്ചും കൂടി ഹയർ ലെവലിൽ വരുന്ന റൊട്ടീൻ അല്ലാത്ത കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. പക്ഷേ ജനറലി ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമെമ്പർ ദിസ് തിങ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഗോൾ സെറ്റ് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഓർഗനൈസേഷൻ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ അതിനുള്ള മെൻ ആൻഡ് മെറ്റീരിയൽസിന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ റൊട്ടീനായിട്ടുള്ള നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന റൊട്ടീനായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ടേക്കിംഗ് ആണ്, കുറച്ചും കൂടി ഹയർ ലെവലിൽ വരുന്ന ജോബ്സ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ഡിഫറൻസസ് അവിടെ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളോടിപ്പോൾ PSC ചോദിക്കുകയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഒരു എന്താണ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് വെച്ചിട്ടൊരു മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഈ സാധനം ഓർത്ത് വെക്കുക. ഓക്കെ, ഗീവ് ഇമ്പോർട്ടൻസ് ടു ദിസ് പോയിന്റ്. ഓക്കെ, ഇതാണ് അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ കാര്യനിർവഹണം എന്ന് പറയുന്ന കാര്യത്തെ അത് എവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഈ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനെ നമ്മൾ തൽക്കാലം ഇവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. ഓക്കെ, സോ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ ബിസിനസ് എൻറ്റിറ്റികളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസിൽ നടക്കുന്ന ഭരണം കാര്യനിർവഹണമാണ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഒരു കമ്പനിയുടെ ഭരണം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഭരണം, ഇതാണ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. പിന്നുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പൊതുഭരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ പൊതുഭരണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസിൽ മെജോറിറ്റിയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ശരിക്കും ഈ അഡ്മിനിസ്ട്രേഷൻ പേഴ്സേ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റായിട്ട് ഇപ്പോൾ ആരും പഠിക്കാറുള്ള കൂടുതലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ഒരു
സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാറുള്ളത്. പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കും. ഓക്കെ, ഈ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കും. പക്ഷേ ഇതിനകത്തുള്ള പല തിയറീസും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് വി വിൽ ബി ഫോക്കസിങ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ നിങ്ങൾക്ക് ഓർഗനൈസേഷണൽ ടൈപ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ചില കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേയ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസിൽ നിന്ന്, ഓക്കെ, ടു കെയർ ഓഫ് അല്ലെങ്കിൽ ടു കെയർ അല്ലെങ്കിൽ ടു മാനേജ് എന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ മുന്നിൽ മറ്റൊരു വാക്കും കൂടി ആഡ് ചെയ്തു, പബ്ലിക്. ഓക്കെ, അപ്പോൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുക, കാര്യനിർവഹണമാണ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ പബ്ലിക് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ പബ്ലിക് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എന്നാണ്. ഓക്കെ, സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിനകത്ത് നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, സോ ബേസിക്കലി പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നമ്മൾ പഠിക്കുക ദ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഓൺ ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഓൺ ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് ഇതൊരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അക്കാദമിക് ഫീൽഡാണ്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടൊരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ്, അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഫീൽഡാണ്. ഓക്കെ, ഇനി ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇവിടുത്തെ പൊതുഭരണത്തിനകത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലാണെങ്കിലും നിങ്ങൾ ഏത് രാജ്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നടക്കുന്ന അഡ്മിനിസ്ട്രേഷനകത്ത് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലാ ലെവൽസിലും ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പൊളിറ്റീഷ്യൻസിനെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസിഡൻ്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, മന്ത്രിസഭയുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്, ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനെ കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ അവരെക്കുറിച്ചല്ല നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസിയെക്കുറിച്ചാണ്, അതായത് നോൺ പൊളിറ്റിക്കൽ ബ്യൂറോക്രസിയെക്കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി കിട്ടി, നിങ്ങൾ ആ ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ യു വിൽ ബിക്കം പാർട്ട് ഓഫ് ദിസ് ബ്യൂറോക്രസി. ഓക്കെ, പെർമനൻ്റ് ആയിട്ടുള്ള ഈ ഭരണനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് പഠിക്കുക, പൊളിറ്റിക്കൽ ക്ലാസിനെ കുറിച്ചല്ല. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏരിയ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഇവിടുത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളുടെ രൂപീകരണം, അതിനെയാണ് പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത്. നയങ്ങളുടെ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ലക്ഷ്യം, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ചില ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എന്താണ്, അത് ഗവൺമെൻറ്റിൻ്റെ കേസിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണം, ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ലക്ഷ്യം എങ്ങനെ അച്ചീവ് ചെയ്യും, അതിനാണ് പോളിസീസ് ഉള്ളത്. ഓക്കെ, അതിനാണ് പബ്ലിക് പോളിസീസ് ഉള്ളത്, അല്ലെങ്കിൽ പൊതു നയങ്ങളുള്ളത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യലാണ്. ഓക്കെ, നയങ്ങൾ രൂപീകരിക്കലാണ്, എങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ പ്രവർത്തിക്കുന്നത്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതായത് ഈ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഈ പോളിസിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈസ് ഫോക്കസിങ് ഓൺ പോളിസി മേക്കിംഗ്, അല്ലെങ്കിൽ പോളിസി ഫോർമുലേഷൻ ആൻഡ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പൊതുവായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ? ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷനും കൂടി നമ്മളൊന്ന് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വേറെ ആര് തന്നിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലെങ്കിലും വുഡ്രോ വിൽസൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ബിക്കോസ് ഹീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ വുഡ്രോ വിൽസൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് പല കോണ്ടെക്സ്റ്റിൽ ഇദ്ദേഹം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനറലി ഈ വുഡ്രോ വിൽസൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ളൊരു ഡെഫിനേഷനായിട്ട് കണക്കാക്കുന്നത് ഇതാണ്: പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്ലിക്കേഷൻ ഓഫ് ലോ. ഓക്കെ,
അതായത് നിയമങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും നടപ്പിലാക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് വുഡ്രോ വിൽസൺ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ആളാണ് ഡ്വൈറ്റ് വാൾഡോ എന്ന് പറയുന്നത്. ഡ്വൈറ്റ് വാൾഡോ ഇതിന് കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈഡ് ടു അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ, ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം എന്നാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ, അഫെയറുകൾ, ഓക്കെ, ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ മാനേജ്മെൻറ്റിൻ്റെ ആർട്ട് ആൻഡ് സയൻസ് അപ്ലൈ ചെയ്യുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈഡ് ടു അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഇനി LD വൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു തിങ്കർ ഉണ്ട്. LD വൈറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് ഓപ്പറേഷൻസ് ഹാവിങ് ഫോർ ദെയർ പർപ്പസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി ആസ് ഡിക്ലെയർഡ് ബൈ അതോറിറ്റി. അതായത് ഭരണകൂടം, ഇവിടെ അതോറിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അതേ മീനിങ്ങിലാണ്. ഓക്കെ, ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ള പോളിസീസ്, ഓക്കെ, പബ്ലിക് പോളിസി ഉണ്ടാകും, അതൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് അല്ല, ഇറ്റ്സ് എ മീൻ ടു ആൻ എൻഡ്, ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് പബ്ലിക് പോളിസി. ഈ പബ്ലിക് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പോളിസി ഫോർമുലേഷനും പോളിസി ഇംപ്ലിമെൻറ്റേഷനും ആണെന്ന്. LD വൈറ്റും പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഡെഫിനിഷൻസിനകത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് മൂന്നും പഠിക്കുക. ഇതല്ലാതെ ഈ ഒരുപാട് ഡെഫിനിഷൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഒരുപാട് തിങ്കേഴ്സ് പല കോണ്ടെക്സ്റ്റിലും പല ഡെഫിനിഷൻസും പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് വുഡ്രോ വിൽസൻ്റെ ഡെഫിനിഷനെങ്കിലും പഠിച്ചിരിക്കുക. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, പറ്റുമെങ്കിൽ ഇത് മൂന്നും പഠിക്കുക. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡെഫിനിഷൻസ് ആണിത്. പക്ഷേ ഒരിക്കലും വുഡ്രോ വിൽസൻ്റെ ഡെഫിനിഷൻ പഠിക്കാതിരിക്കരുത്. ഓക്കെ, ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പാണ്. ഓക്കെ, ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എത്രത്തോളമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസിക്കലി ഒരു ഇവോൾവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് എമേർജ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പല തിയറീസും ഒരു കൺസെൻസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഒന്നുമല്ല, അത് എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നത് ഒന്നുമല്ല. ഓക്കെ, പകരം ഇതിനകത്ത് പല കാലഘട്ടങ്ങളിലും പല തിങ്കേഴ്സ് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ക്രിറ്റിസിസംസ് ഉണ്ട്, ഇതിനൊക്കെ നല്ല വശങ്ങളുണ്ട്, കുറേ ചീത്ത വശങ്ങളുണ്ട്. അപ്പോൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എത്രത്തോളമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൊതുഭരണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ ഏത് രാജ്യത്തിലും ഗവൺമെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവിടുത്തെ ഭരണം നടത്തുന്നത് 3 ബ്രാഞ്ചുകളിലൂടെയാണ്. ഓക്കെ, എല്ലാ രാജ്യത്തിലെയും സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് 3 ബ്രാഞ്ച് ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ബ്രാഞ്ചുകളെക്കുറിച്ചുമാണ് അല്ലെങ്കിൽ ഈ 3 ബ്രാഞ്ചുകൾക്കകത്തും നടക്കുന്ന കാര്യങ്ങളുടെ തിയറിയാണ് നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് പഠിക്കുക. പക്ഷേ ഈ 3 ബ്രാഞ്ചുകൾ, ഇപ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന് പറയുന്ന 3 ബ്രാഞ്ചുകളിൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ഭരണം നടത്തുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മെയിൻലി നടത്തുന്നത് എക്സിക്യൂട്ടീവ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇവിടുത്തെ ഭരണം നടത്തുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഈ പറയുന്ന അവരുടെ ജോലിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് ഇതിനകത്ത് ഉൾപ്പെടുമെങ്കിലും ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ ദി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. അത് ഈ പറയുന്ന സ്കോപ്പിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്കോപ്പ് എത്രത്തോളമാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്രത്തോളം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് കവേർഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്കോളേഴ്സിൻ്റെ ഇടയിൽ യൂണിഫോമിറ്റി ഉള്ള പല പേഴ്സ്പെക്റ്റീവുകളാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ നമുക്ക് 3 രീതിയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ 3 പോയിൻ്റ് ഓഫ് വ്യൂകളിൽ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് ഇൻ്റഗ്രൽ ആൻഡ് മാനേജീരിയൽ വ്യൂ. ഓക്കെ, നമ്മൾ പറയുന്നത് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് പറയുന്ന സമയത്ത് ഈ ഒരു ഇൻ്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ മാനേജീരിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് ആണ്. ഇൻ്റഗ്രൽ വ്യൂ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാനേജീരിയൽ വ്യൂ പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ കുറിച്ചൊരു ബ്രോഡർ വ്യൂ ഉണ്ട്, അതേപോലെ തന്നെ ഒരു നാരോവർ വ്യൂവും ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഈ ഇൻ്റഗ്രലും ബ്രോഡറും ഏകദേശം സമാനമാണ്, മാനേജീരിയലും നാരോവറും ഏകദേശം സമാനമാണ്. ഓക്കെ, പിന്നെ ഒരു പോസ്റ്റ് കോർബ് വ്യൂ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ അതാണ്, പോസ്റ്റ് കോർബ് വ്യൂ ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റ് മാറ്റർ വ്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പുതിയതായിട്ടുള്ള കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്നൊരു വ്യൂ ഈ സബ്ജക്റ്റ് മാറ്റർ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇൻ്റഗ്രൽ വ്യൂ, എന്താണ് മാനേജറിയൽ വ്യൂ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ബ്രോഡർ വ്യൂ, എന്താണ് നാരോവർ വ്യൂ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പോസ്റ്റ് കോർബ് വ്യൂ, എന്താണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്നാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പോലും ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ നിലവിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിഫറൻസ് വരാനുള്ള കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത് എന്നനുസരിച്ചാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ വേഴ്സസ് മാനേജീരിയൽ വ്യൂ വരുന്നത് അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ചട്ടക്കൂട് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴാണ് ഇൻ്റഗ്രൽ വ്യൂവും മാനേജറിയൽ വ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വ്യൂവും മാനേജറിയൽ വ്യൂവും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കാണുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ്. ഇനി ബ്രോഡർ ആൻഡ് നാരോവർ വ്യൂ കാണുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒരു ഗവൺമെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ്. ഓക്കെ, പോസ്റ്റ് കോർബ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ കാണുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ടെക്നിക്കാണോ അതൊരു സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ടെക്നിക്കിനാണോ ആ ഫീൽഡിലുള്ള എക്സ്പേർട്ടൈസിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസ് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് ആദ്യത്തത് ഇൻ്റഗ്രൽ വ്യൂ ആണ്. സോ ഇൻ്റഗ്രൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒരു ഓർഗനൈസേഷണൽ ബേസിസിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇൻ്റഗ്രൽ വ്യൂ. അപ്പോൾ അതിനകത്ത് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റുകൾ, ഓക്കെ, പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ്, ഓക്കെ, പൊതു താല്പര്യം, അതായിരിക്കുമല്ലോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്നാണ് ഇൻ്റഗ്രൽ വ്യൂ പറയുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ ടോപ്പ് ലെവലിലുള്ള ഉദ്യോഗസ്ഥർ തൊട്ട്, ഇപ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി മുതലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി മുതലുള്ള ആൾക്കാരെടുക്കുക, അവിടെ തൊട്ട് ഒരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്യൂണ് വരെ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്നാണ് ഇൻ്റഗ്രൽ വ്യൂ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ എലമെൻസും ഉൾപ്പെടും. ഓക്കെ, അതായത് ഈ പറയുന്ന ഇൻ്റഗ്രൽ വ്യൂ അനുസരിച്ചാണ് നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും പെടും. അപ്പോൾ ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ വ്യൂക്കാർ പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എൻകംപാസസ് ദ സം ടോട്ടൽ ഓഫ് all activities undertaken in pursuit of the fulfillment of the public interest or the objective as a whole. Okay, that means it includes managerial, clerical, technical and manual activities. Okay, ഈ പറയുന്ന ഓർഗനൈസേഷനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ഒരു ക്ലർക്ക് ചെയ്യുന്ന കാര്യം പോലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ് എന്നാണ് ഇൻ്റഗ്രൽ വ്യൂക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തിങ്കേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് LD വൈറ്റ്, ഹെൻറി ഫയോള്, ഡിമോക്ക് എന്നൊക്കെ പറയുന്ന ആളുടെ. ഈ ഹെൻറി ഫയോൾ ആക്ച്വലി പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അത്ര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ഹെൻറി ഫയോൾ കുറച്ചും കൂടി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു തിങ്കറാണ്. പക്ഷേ ഈ ഹെൻറി ഫയോൾ ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് എമേർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഈ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ കുറേ ഇൻ്റർ കണക്ടിവിറ്റീസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഹെൻറി ഫയോൾ, LD വൈറ്റ്, ഡിമോക്ക് പോലുള്ള ആൾക്കാർ ഈ ഇൻ്റഗ്രൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ പറയുന്നത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാനേജറിയൽ വ്യൂ പറയുന്നത്. അപ്പോൾ ഈ മാനേജറിയൽ വ്യൂ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ വ്യൂവിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ വ്യൂക്കാർ ഇതിനൊരു കോംപ്രഹെൻസീവ് മാനറിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാണുമ്പോൾ, അതായത് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പബ്ലിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ സബ്ജക്റ്റ് ഇതിന് കുറേ പ്രശ്നങ്ങൾ സംഭവിക്കും. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ബ്രോഡറാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ല. എവിടം തൊട്ട് എവിടം വരെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല.
പകരം പറയുന്നത് ഈ പറയുന്ന കോമൺ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചറൊന്നുമില്ല. ഓക്കെ, പകരം ഇവരെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു എലമെൻറ്റ് ഈ ആൾക്കാരെല്ലാവരും കൂടി ഒരു കോമൺ പേർപ്പസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കോമൺ പേർപ്പസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇതിനൊരു എൻഡ് ഇല്ല. ഓക്കെ, ഇത് ഈ പർപ്പസ് മാറുന്നതനുസരിച്ച് ഇതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സോ ആസ് എ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഇൻ്റഗ്രൽ വ്യൂ വെച്ചിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, കാരണം ഇത് വളരെ വേഗാണ്, വളരെ ആംബിഗ്യസ് ആണ്, വളരെ ബ്രോഡറാണ്. ഓക്കെ, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനൊരു ബോർഡേഴ്സ് വേണമല്ലോ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ പറയുന്ന ഇൻ്റഗ്രൽ വ്യൂ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഈ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വേഗ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഡെഫിനേഷൻ വളരെ അൺസയൻറ്റിഫിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിക്കോസ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു അക്കാദമിക് ഡിസിപ്ലിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഡെഫിനേഷൻ വെച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ഇത് എവിടം തൊട്ട് എവിടം വരെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ നിങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, കുറേ കാര്യങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മറ്റുള്ള ഡിസിപ്ലിൻസുമായിട്ട് മറ്റുള്ള സബ്ജക്റ്റുകളുമായിട്ട് ഇതിന് ഓവർലാപ്പിംഗ് വരും. ഓക്കെ, അത് ഈ സബ്ജക്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിനെ ഇല്ലാതാക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് ഈ ഇൻ്റഗ്രൽ വ്യൂ വെച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ ഇൻ്റഗ്രൽ വ്യൂവിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി ഈ ഇൻ്റഗ്രൽ വ്യൂവിന് ഓപ്പോസിറ്റ് വരുന്നതാണ് മാനേജീരിയൽ വ്യൂ. മാനേജീരിയൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അതായത് ലീഡർഷിപ്പിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതായത് മാനേജീരിയൽ ആക്ടിവിറ്റീസ് മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവരാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അവരാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ളവർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ടോപ്പ് ലെവലിലുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ്. അതിൻ്റെ ഒരു മാനുവൽ വർക്ക് മാത്രമാണ് താഴെ വരുന്നത്. അപ്പോൾ ഈ മാനുവൽ വർക്ക്, അതിൻ്റെ ടെക്നിക്കൽ ആൻഡ് ക്ലറിക്കൽ ആക്ടിവിറ്റീസ്, ഇതൊന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതില്ല. കാരണം അവർ അവിടെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ ആക്ച്വലി ഡൂയിങ് വാട്ട് ദ മാനേജേഴ്സ് അല്ലെങ്കിൽ വാട്ട് ദ ടോപ്പ് ലീഡേഴ്സ് ഹാവ് ഡിസൈഡഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഈ മാനേജീരിയൽ വ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൺഫൈൻഡ് ആണ്, കുറച്ചും കൂടി വെൽ ഡിഫൈൻഡ് ആണ് ഇതിൻ്റെ ബോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ കുറച്ചും കൂടി ഈസി മാനേജീരിയൽ വ്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിങ്കേഴ്സ് എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്ക്, ഹെർബർട്ട് സൈമണ്, സ്മിത്ത് ബർഗ്, അതേപോലെ തന്നെ തോംസണെ പോലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റഗ്രൽ വ്യൂ വളരെ ബ്രോഡർ ആണെങ്കിൽ മാനേജീരിയൽ വ്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ വ്യൂവിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ മാനേജീരിയൽ വ്യൂവിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പുറത്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനേജീരിയൽ വ്യൂവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മാനേജറിയൽ വ്യൂ അനുസരിച്ച് നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസും ഈ മാനേജറിയൽ വ്യൂവിൻ്റെ പുറത്താണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ മാനേജറിയൽ വ്യൂവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സിനാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന ടോപ്പ് ലെവലിൽ നടക്കുന്ന ഇൻറ്റേർണലായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്? ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് ഈ മാനേജറിയൽ വ്യൂവിനകത്തൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇതാണ് മാനേജറിയൽ വ്യൂ. അപ്പോൾ ഇൻ്റഗ്രൽ വ്യൂ ഉണ്ട്, മാനേജറിയൽ വ്യൂ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഒരു ബ്രോഡർ വ്യൂവും ഒരു നാരോവർ വ്യൂ ഉണ്ട്. ഈ ബ്രോഡർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ വ്യൂവിന് സമാനമാണ് ഈ ബ്രോഡർ വ്യൂ. ബ്രോഡർ വ്യൂ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസിനെ കുറിച്ചും പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് പഠിക്കണമെന്നാണ്. ഓക്കെ, അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഈ 3 ബ്രാഞ്ചുകളിലുണ്ട്. അത് ലെജിസ്ലേച്ചറിലുണ്ട്, എക്സിക്യൂട്ടീവിലുണ്ട്, ജുഡീഷ്യറിയിലുണ്ട്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു സ്റ്റഡി ഓൾ ദ 3 ബ്രാഞ്ചസ് ഓഫ് ദി ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് LD വൈറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് ഉണ്ട്. സിൻസ് ദ പ്രോബ്ലം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫേസ്ഡ് ബൈ ഓൾ ദ 3 ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ്, there does not appears to be any reason why public administration should not include the government in action as a whole. അതായത് ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേരുമ്പോഴാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ മാത്രം വെച്ചിട്ട് ഇവിടുത്തെ ഭരണം നടത്താൻ പറ്റില്ല. യു നീഡ് ടു ഹാവ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ഓൾസോ. കാരണം അവർക്കും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. അവരും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സമയത്ത്
എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ ഒരുമിച്ച് പഠിച്ചുകൂടാ? ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ എക്സിക്യൂട്ടീവിനെ മാത്രം പഠിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒരുമിച്ച് ആസ് എ ഹോളായിട്ട് കൺസിഡർ ചെയ്തുകൂടാ എന്നാണ് LD വൈറ്റ് പറയുന്നത്. അപ്പോൾ ഈ ബ്രോഡർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഇൻറ്റഗ്രൽ വ്യൂവിന് ഏകദേശം സമാനമാണ്. ഇത് കുറച്ചും കൂടി ഒരു വലിയ വൈഡർ ക്യാൻവാസിലാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കാണുന്നത്. അപ്പോൾ ഈ ബ്രോഡർ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന തിങ്കേഴ്സാണ് വുഡ്രോ വിൽസൺ, LD വൈറ്റ്, ഡിമോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ഈ LD വൈറ്റിനെയും ഡിമോക്കിനെയും നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റഗ്രൽ വ്യൂവിലും കാണാൻ പറ്റും. ഓക്കെ, ഇൻറ്റഗ്രൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള LD വൈറ്റും ഡിമോക്കും തന്നെയാണ് ഇവിടെ ബ്രോഡർ വ്യൂവിനെയും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രോഡർ വ്യൂവിനെയും പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബ്രോഡർ വ്യൂവും ഇൻറ്റഗ്രൽ വ്യൂവും നിയർലി ഐഡൻറ്റിറ്റിക്കലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാതെ ഇൻറ്റഗ്രൽ വ്യൂ പ്ലസ് ബ്രോഡർ വ്യൂ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഓക്കെ, ഇതാണ് ബ്രോഡർ വ്യൂ. ഇനി നാരോവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഇൻറ്റഗ്രൽ വ്യൂവും മാനേജറിയൽ വ്യൂവും തമ്മിലുള്ള അതേപോലെയാണ് ബ്രോഡർ വ്യൂവും നാരോവർ വ്യൂ. ഈ ബ്രോഡർ വ്യൂ ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസിനെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ നാരോവർ വ്യൂക്കാർ പറയുന്നത് അത് വേണ്ട, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രപ്പോണൻ്റ് എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്കാണ്. ഓക്കെ, ഈ ലൂതർ ഗള്ളിക്കിനെ നിങ്ങൾക്ക് ഈ മാനേജീരിയൽ വ്യൂക്കകത്തും കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബ്രോഡർ വ്യൂവും ഇൻറ്റഗ്രൽ വ്യൂവും സമാനമാണെന്ന് പറഞ്ഞതുപോലെ മാനേജറിയൽ വ്യൂവും നാരോവർ വ്യൂവും സമാനമാണ്. സോ ഈ മാനേജറിയൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതേ ലൂതർ ഗള്ളിക്ക് തന്നെയാണ് ഈ പറയുന്ന നാരോവർ വ്യൂവിൻ്റെയും പ്രധാനപ്പെട്ട പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൂതർ ഗള്ളിക്ക് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാസ് ടു ഡു വിത്ത് ഗവൺമെൻറ് ആൻഡ് ദസ് കൺസേൺഡ് ഇറ്റ് സെൽഫ് വിത്ത് പ്രൈമർലി വിത്ത് ദി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വെയർ ദ വർക്ക് ഓഫ് ദി ഗവൺമെൻറ് ഈസ് ഡൺ. ഓക്കെ, ദോ ദർ ആർ ഒബ്വിയസ്ലി പ്രോബ്ലംസ് ഓൾസോ കൺസേൺഡ് വിത്ത് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ച്. അതായത് പുള്ളി പറയുന്നത് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ചിനും ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും അല്ലെങ്കിൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസൊക്കെ അവരും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരും റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്, ഓക്കെ, ഇവിടുത്തെ ഭരണം എന്ന് പറയുന്ന കാര്യം പ്രധാനമായിട്ടും ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്നാണ് നാരോവർ വ്യൂക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ലൂതർ ഗള്ളിക്ക് പറയുന്നത്. അപ്പോൾ ഈ ലൂതർ ഗള്ളിക്ക്, തോംസൺ, എച്ച് സൈമൺ, സ്മിത്സ്ബർഗ് പോലുള്ള ആൾക്കാരാണ് ഈ നാരോവർ വ്യൂവിൻ്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രോഡർ വ്യൂവും നാരോവർ വ്യൂവും. ഇപ്പോൾ നമ്മൾ ഇൻറ്റഗ്രൽ വ്യൂ പറഞ്ഞു. ഇൻറ്റഗ്രൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവായിട്ടുള്ള ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണെന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രൽ വ്യൂ. മാനേജറിയൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ടോപ്പ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നതാണ് മാനേജറിയൽ വ്യൂ. ഇനി ബ്രോഡർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസിനെ കുറിച്ചും പഠിക്കണം എന്ന് പറയുന്നതാണ് ബ്രോഡർ വ്യൂ. നാരോവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നാരോവർ വ്യൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു വ്യൂ ആണ് പോസ്റ്റ് ഗോർബ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഗോർബ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്സിന് ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സ്പെക്റ്റീവാണ് പോസ്റ്റ് ഗോർബ് വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഓർഗനൈസേഷൻസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് പകരം ഓക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ ടെക്നീക്സ് ഉണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ടെക്നീക്സിന് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യൂ ആണ് പോസ്റ്റ് ഗോർബ് വ്യൂ. അപ്പോൾ ഈ പോസ്റ്റ് ഗോർബ് എന്നുള്ളത് ശരിക്കും ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഒരു 7 ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 7 ടെക്നീക്സ് ഉണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. ആ ടെക്നീക്സിൻ്റെ ഷോർട്ട് ഫോം ആണ് പോസ്റ്റ് ഗോർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഗോർബ് വ്യൂക്കകത്ത് പറയുന്നത് ഈ 7 കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഗോർബ് വ്യൂവിൻ്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്കും അതേപോലെ തന്നെ ഒരു ലിൻഡാൽ ഉർവിക് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരും പണ്ട് 1937 അന്ന് ഈ ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്നൊക്കെ US കരകയറി വരുന്ന സമയത്ത് അന്നത്തെ US പ്രസിഡൻ്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഉണ്ടായിരുന്നു. ഈ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിരുന്ന ലൂതർ ഗള്ളിക്കും ലിൻഡാൽ ഉർവിക്കുമാണ് ഈ പോസ്റ്റ് ഗോർബ് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ഗോർബ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനകത്തും മാനേജ്മെൻറ്റിനകത്തും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ് ഗോർബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പബ്ലിക് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു വ്യൂ ആണ് പോസ്റ്റ് ഗോർബ് വ്യൂ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റ് ഗോർബ് വ്യൂ അന്ന് അവർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കോണ്ടെക്സ്റ്റിൽ US ഗവൺമെൻറ്റിൻ്റെ
ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് അതിന് മുമ്പ് ഇടപെടാതിരുന്നിരുന്ന പല മേഖലകളിലേക്കും ഗവൺമെൻറ് ഇടപെടാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, കാരണം ഈ ഗവൺമെൻറ് വലുതാവുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വലിപ്പം കൂടുകയാണ്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് കോർബ് വ്യൂ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രൊപ്പോണൻറ്റ് ലൂതർ ഗള്ളിക്കാണ്. ഓക്കെ, ഈ ലിൻഡാൽ ഉർവിക്കും കൂടി ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും ഇത് പ്രധാനമായിട്ടും ആട്രിബ്യൂട്ട് ചെയ്യാറുള്ളത് ലൂതർ ഗള്ളിക്കിനാണ്. ഓക്കെ, അപ്പോൾ ഈ ലൂതർ ഗള്ളിക്കിന് പറയുന്ന ഈ പോസ്റ്റ് കോർബ് വ്യൂ, ഞാൻ പറഞ്ഞ ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത് ഒരു 7 ടെക്നീക്സ് ഉണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 ടെക്നീക്സ് അല്ലെങ്കിൽ 7 എലമെൻറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? അപ്പോൾ അതിനകത്ത് ലൂതർ ഗള്ളിക്ക് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കാര്യങ്ങളാണ്, 7 എലമെൻറ്റുകളാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്നാമത്തത് പ്ലാനിങ് ആണ്. ഓക്കെ, ഈ പോസ്റ്റ് കോർബിനകത്തുള്ള പി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത്, എങ്ങനെ, എപ്പോൾ, ആര് ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഓക്കെ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മളൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതാണ് പ്ലാനിങ്ങിനകത്ത് പറയുന്നുണ്ടാവുക. ഒരു പ്ലാനിനകത്ത് പറയുന്നുണ്ടാവുക അതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എലമെൻറ്റ് ഈ പറയുന്ന പ്ലാനിങ് ആണ്. എന്ത്, എപ്പോൾ, എങ്ങനെ, ആര് എന്നുള്ളത് തീരുമാനിക്കലാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എലമെൻറ്റ്. ഇതാണ് പി. ഇനി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാനൊരു സ്ട്രക്ചർ വേണമല്ലോ. ഓക്കെ, ആ സ്ട്രക്ചറാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷനകത്ത് അതോറിറ്റിനെയും റെസ്പോൺസിബിലിറ്റിനെയും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനകത്താണ് വർക്ക് ഡിഫൈൻ ചെയ്യുന്നത്, വർക്ക് സബ് ഡിവൈഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നത്, അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഓർഗനൈസേഷൻ. പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫിങ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഈ പറയുന്ന ഓർഗനൈസേഷൻസിനകത്ത് വർക്ക് ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? അപ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, അവരുടെ സർവീസ് കണ്ടീഷൻസ് തീരുമാനിക്കണം. ഈ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റൊരു എലമെൻറ്റ്. ഓക്കെ, പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ എന്ത് വേണം? ഇപ്പോൾ നമുക്ക് പ്ലാനായി, ഓർഗനൈസേഷനായി, സ്റ്റാഫായി, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവരെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവരെ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇവർക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യണം, ഡയറക്റ്റീവ്സ് കൊടുക്കണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ഓക്കെ, ഇനി ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് കോർഡിനേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, അത് ഏകോപിപ്പിക്കണമല്ലോ. ഇപ്പോൾ പല ആൾക്കാരും പല ആൾക്കാർ വരുന്നു, എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു, അങ്ങനെയല്ലല്ലോ. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എലമെൻ്റ് അതാണ് കോർഡിനേറ്റിംഗ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകൾ കൃത്യമായിട്ട് പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആണ് വർക്കുകൾ ചെയ്യുന്നത് എന്ന് എഫക്റ്റീവായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. പിന്നുള്ളത് റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്ലാനായി, ഓർഗനൈസേഷനായി, ആ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യാനുള്ള ആൾക്കാരായി, ആ ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, അവർ അവരുടെ ജോലി ചെയ്യുന്നു, അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ പോയാൽ പോരല്ലോ. ഇതിൻ്റെ ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? ഈ വർക്ക് എന്തായി, എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ ജനങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ടോപ്പ് ലെവൽ ബ്യൂറോക്രസി സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അവരെയൊക്കെ ഇത് എന്തായി, എവിടം വരെയായി, എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം. ഓക്കെ, അതിനാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയാം. പിന്നുള്ളത് ബഡ്ജറ്റിംഗ് ആണ്. അതായത് ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? റിസോഴ്സസ് വേണ്ടേ, പൈസ വേണ്ടേ? ഓക്കെ, അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അലോക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, ഓരോരോ കാര്യങ്ങൾക്ക് ഇത്ര പൈസ അലോക്കേറ്റ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ഇതാണ് ബഡ്ജറ്റിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലൂതർ ഗള്ളിക്ക് പറയുന്നത് പോസ്റ്റ് കോർബ് ഇതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കോർ എന്നാണ് പറയുന്നത്. ഈ 7 കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ്റെ കോർ എലമെൻറ്റ്സ്: പ്ലാനിങ്, ഓർഗനൈസേഷന്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇതാണ് പോസ്റ്റ് കോർബ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, പ്ലാനിങ്ങും ഓർഗനൈസേഷനും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കോർഡിനേറ്റിങ്ങും റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിങ്ങും പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്തുള്ളൂ. ഇത് ഹൈലി ടെക്നിക്കലാണ്, ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഈ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു
സ്കോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഇത്ര മതി, പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിങ്, ബഡ്ജറ്റിങ്, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും ഇത് തന്നെ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി യൂണിറ്റി, സെർട്ടനിറ്റി, ഡെഫിനിറ്റീവ്നെസ് ഒക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആണ്. ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ടെക്നിക്കലാണ്, സിസ്റ്റമാറ്റിക് ആണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ ഡൺ ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അവരാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, അവരാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ വളരെ നാരോ ആയിട്ടാണ് ഇവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കാണുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ് കോർബ് വ്യൂവിനെ കുറിച്ച് ചില തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കോർബിനകത്ത് പറയുന്ന ഈ 7 ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നല്ല പോസ്റ്റ് കോർബ് എന്ന് പറയുന്നുണ്ട്. ഈ 7 കാര്യങ്ങൾ മാത്രമല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. രണ്ടാമത്തത് ഈ 7 കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറത്താണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊരു നാരോവർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നുള്ളൊരു പ്രശ്നം പോസ്റ്റ് കോർബ് വ്യൂവിനുണ്ട്. അതേപോലെ തന്നെ ഈ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഈ പറയുന്ന 7 കാര്യങ്ങൾ മതി എന്ന് പറയുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ? അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷണൽ സെക്ടറിനെയാണ് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഡയറക്ഷന്, കൺട്രോൾ, കോർഡിനേഷൻ, ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അതുകൊണ്ട് മാത്രം ആ സെക്ടർ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാണ് സബ്ജക്റ്റ് നോളജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് മേഖലനെയാണോ ഭരിക്കാൻ പോകുന്നത് ആ മേഖലയിൽ അറിവുള്ള ആളുകളായിരിക്കണം. അതായത് ആ മേഖലയെ കുറിച്ച് ധാരണയുള്ള ആളായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ മാത്രമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ആ ഫീൽഡിന് എക്സ്പേർട്ടൈസ് ഉള്ള ഒരാൾ കൂടി വേണ്ടേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് എക്സ്പേർട്ടൈസ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ഫീൽഡ് സബ്ജക്റ്റ് മാറ്റർ നോളജ് എന്ന് പറയുന്ന കാര്യത്തിന് ഇത് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓക്കെ, ഇറ്റ് അൺഏബിൾ ടു പ്രൊവൈഡ് നോളജ് അബൌട്ട് ദ വേരിയസ് ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നൊരു പ്രശ്നമാണ് പോസ്റ്റ് കോർബ് വ്യൂ. ഈ പറയുന്ന സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടൈസിന് അല്ലെങ്കിൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസത്തിൽ നിന്നാണ് ഈ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ ക്രിറ്റിസിസമായിട്ട് എമേർജ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ വ്യൂ. നമ്മൾ പറഞ്ഞ പോസ്റ്റ് കോർബിൻ്റെ കൂടെയുള്ള മറ്റൊന്നാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ. ഈ സബ്ജക്റ്റ് മാറ്റർ വ്യൂ എമേർജ് ചെയ്യുന്നത് ഈ ലൂതർ ഗള്ളിക്കിൻ്റെ പോസ്റ്റ് കോർബ് വ്യൂവിനുള്ള ഒരു ക്രിറ്റിസിസമായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റിയാക്ഷൻ പോലെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പോസ്റ്റ് കോർബ് വ്യൂക്കകത്ത് പ്ലാനിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പോളിസീസിൻ്റെ ഫോർമുലേഷനെ കുറിച്ചോ പോളിസീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ പോളിസീസ് വന്നാലല്ലേ, ഒരു പോളിസി ഉണ്ടായാലല്ലേ നമുക്ക് ആദ്യം അതിന് ശേഷമല്ലേ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ പോളിസി എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, പോളിസി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പോസ്റ്റ് കോർബ് വ്യൂവിനകത്ത് കവർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്നൊരു ഹ്യൂമൻ ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇമോഷൻസ്, മനുഷ്യരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ പോസ്റ്റ് കോർബ് വ്യൂവിനകത്ത് കവർ ചെയ്യുന്നില്ല. പോസ്റ്റ് കോർബ് വ്യൂ ഹൈലി ടെക്നിക്കലാണ്. ഓക്കെ, ഹൈലി ടെക്നിക്കലായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഈ ഹ്യൂമൻ ആസ്പെക്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല. അത് ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നൊരു അപ്രോച്ച് ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത്, അവർ പറയുന്നൊരു ക്രിറ്റിസിസമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. അതായത് ഡിഫറെൻറ്റ് ഏജൻസീസ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ആ ഇഷ്യൂസിനെ അല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലത്തിനൊക്കെ ഇത് ഓവർലുക്ക് ചെയ്യാണ്. എല്ലാവർക്കും ഇത് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പോസ്റ്റ് കോർബ് വ്യൂവിനുണ്ട്. പക്ഷേ പോസ്റ്റ് കോർബ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും വെൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് പോസ്റ്റ് കോർബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് കോർബിനെ നമുക്ക് പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഇന്നും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് കുറേ ന്യൂനതകളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എമേർജ്ഡ് ആസ് എ റിയാക്ഷൻ ടു പോസ്റ്റ് കോർബ് വ്യൂ. ഓക്കെ, ഈ പോസ്റ്റ് കോർബ് വ്യൂവിനുള്ള ഒരു റിയാക്ഷനായിട്ടാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ എമേർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് മാറ്റർ വ്യൂവിനകത്ത് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ് കോർബ് വ്യൂവിൻ്റെ കേസിൽ കുറച്ചും കൂടി ടെക്നീക്സിനാണ്. ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിന് സിഗ്നിഫിക്കൻസ് കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് മാറ്റർ വ്യൂ പറയുന്നത് നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ് മാത്രം പോരാ. ഓക്കെ, അതിൻ്റെ കൂടെ
സബ്ജക്റ്റ് നോളേജും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ. അതായത് ഇപ്പോൾ നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ഏത് ഫീൽഡിലുള്ള അഡ്മിനിസ്ട്രേഷനാണോ നിങ്ങൾ നടക്കുന്നത്, ഏത് മേഖലയിലാണോ നിങ്ങൾ ഭരണം നടത്തുന്നത്, ആ മേഖലയിലെ സബ്ജക്റ്റ് എക്സ്പേർട്ടൈസും കൂടി നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസിനകത്ത് എക്സ്പേർട്ടൈസ് ഉള്ള ആളുകൾ വേണം, ഫിനാൻസ് ആണെങ്കിൽ അതിൽ എക്സ്പേർട്ടൈസ് ഉള്ള ആളുകൾ വേണം, പോലീസിംഗ് ആണെങ്കിൽ അതിൽ എക്സ്പേർട്ടൈസ് ഉള്ള ആളുകൾ വേണം. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഈ പോസ്റ്റ് കോർബ് വ്യൂ റിജക്റ്റ് ചെയ്യണം എന്നല്ല സബ്ജക്റ്റ് മാറ്റർ വ്യൂക്കാർ പറയുന്നത്. അവർ പറയുന്നത് ഈ പോസ്റ്റ് കോർബ് വ്യൂവിനകത്ത് പറയുന്ന ടെക്നിക്സ് നമുക്ക് വേണം, അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, സബ്ജക്റ്റ് മാറ്റർ നോളജും വേണം. ഓക്കെ, സോ ദേ ആർ സെയിങ് ദാറ്റ് വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ടെക്നിക്കൽ എക്സ്പേർട്ടൈസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഈ പറയുന്ന പോസ്റ്റ് കോർബിനകത്ത് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഈ പറയുന്ന ടെക്നിക്കൽ എക്സ്പേർട്ടൈസുമായിട്ട് നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്ന് മാത്രമല്ല എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ് കോർബ് വ്യൂവിനകത്ത് പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഹൗ വി ഡു ദാറ്റ്, അതാണ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്. ഓക്കെ, പക്ഷേ സബ്ജക്റ്റ് മാറ്റർ വ്യൂക്കാർ പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടി വേണം, വാട്ട് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. സോ ദാറ്റ് മീൻസ് ആ സബ്ജക്റ്റിനകത്തുള്ള നോളജും കൂടി വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളും അല്ലെങ്കിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും ചെയ്യുന്ന ജോലികൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയും ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ് അവർ ഫേസ് ചെയ്യുക. ഓക്കെ, പോലീസുകാർ ഫേസ് ചെയ്യുക പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്, ഡിഫൻസിലുള്ളവർ ഫേസ് ചെയ്യുക ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ ആ ഒരു പെർട്ടിക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സർവീസാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ കൂടുതലായിട്ടും ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എംഫസിസ് ഈ പറയുന്ന ആ സബ്ജക്റ്റിന് കൊടുക്കണം എന്നാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂക്കാർ പറയുന്നത്. സോ ഇതാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡിഫറെൻറ്റ് സ്കോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഈ പോസ്റ്റ് കോർബ് വ്യൂവിനും സബ്ജക്റ്റ് മാറ്റർ വ്യൂവിനുമാണ്. പക്ഷേ ഈ 6 കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റഡ് വ്യൂ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മാനേജീരിയൽ വ്യൂ പഠിച്ചു. ഇൻ്റഗ്രേറ്റഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നമ്മൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പഠിക്കണം എന്നാണ് ഇൻ്റഗ്രേറ്റഡ് വ്യൂ എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് മാനേജീരിയൽ ആയിട്ടുള്ള, ടെക്നിക്കൽ ആയിട്ടുള്ള, ക്ലറിക്കൽ ആയിട്ടുള്ള, മാനുവൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസംസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മാനേജീരിയൽ വ്യൂ പഠിച്ചു. മാനേജീരിയൽ വ്യൂ പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമില്ല, ടോപ്പ് ലെവലിൽ ലീഡർഷിപ്പ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നാണ്. പിന്നെ നമ്മൾ ബ്രോഡർ വ്യൂ പഠിച്ചു. ബ്രോഡർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള 3 ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ചും എക്സിക്യൂട്ടീവിനെ കുറിച്ചും ലെജിസ്ലേച്ചറിനെ കുറിച്ചും ജുഡീഷ്യറിയെ കുറിച്ചും നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു നാരോ ഓവർ വ്യൂ പഠിച്ചു. നാരോ ഓവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും പഠിക്കേണ്ട, എക്സിക്യൂട്ടീവിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് നാരോ ഓവർ വ്യൂ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഈ ഇൻ്റഗ്രേറ്റഡ് വ്യൂവും അതേപോലെ തന്നെ ബ്രോഡർ വ്യൂവും സമാനമാണ്. നാരോ ഓവർ വ്യൂവും മാനേജറിയൽ വ്യൂവും സിമിലർ ആണ്, അതിനകത്തുള്ള തിങ്കേഴ്സ് പോലും സിമിലർ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോസ്റ്റ് കോർബ് വ്യൂ പഠിച്ചു. പോസ്റ്റ് കോർബ് വ്യൂ കുറേ കൂടി പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യൂ ആണ്. അതിനകത്ത് വരുന്ന 7 എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നീട് സബ്ജക്റ്റ് മാറ്റർ വ്യൂ പറഞ്ഞു. സബ്ജക്റ്റ് മാറ്റർ വ്യൂക്കകത്ത് പറയുന്നത് നമ്മൾ ഈ പ്രോസസ്സ് മാത്രമല്ല അതിൻ്റെ കൂടെ എന്താണ് എന്നും കൂടി പഠിക്കണം, നമ്മൾ ആ സബ്ജക്റ്റ് ആ ഫീൽഡും കൂടി അറിഞ്ഞിരിക്കണം, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ. അപ്പോൾ ഈ പറയുന്ന സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് തിങ്കേഴ്സ് ഡിഫറെൻറ്റ് പീരിയഡിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് സ്കോപ്പുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ബ്രോഡർ വ്യൂവിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാതും പഠിക്കണം. നാരോ വ്യൂവിലാണെങ്കിൽ മാനേജീരിയൽ അല്ലെങ്കിൽ ഈ നാരോ വ്യൂവിലാണെങ്കിൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇൻ്റഗ്രൽ വ്യൂ ആണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും പഠിക്കണം. മാനേജറിയൽ വ്യൂ ആണെങ്കിൽ ടോപ്പ് ലെവലിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. പോസ്റ്റ് കോർബ് ആണെങ്കിൽ ആ 7 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സബ്ജക്റ്റ് മാറ്റർ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് എന്നുള്ളതും കൂടി അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററും കൂടി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവുകൾ എന്ന് പറയുന്നത്. 6 ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവുകൾ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്
ഇപ്പോൾ ഇതൊക്കെ കഴിയുന്ന സമയത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 6 ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവുകൾ പറഞ്ഞു. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കിത് പഠിക്കണം. അപ്പോൾ പിന്നെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്ന് നമ്മൾ സമ്മപ്പ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജനറലി നമ്മൾ പഠിക്കുമ്പോൾ വി വിൽ കമ്പൈൻ പോസ്റ്റ് കോർബ് വിത്ത് സബ്ജക്റ്റ് മാറ്റർ വ്യൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് മോഡേൺ ഡേയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പായിട്ട് പറയാറുള്ളത്, പോസ്റ്റ് കോർബ് പ്ലസ് സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ലൂയിസ് മറിയം എന്ന് പറയുന്ന ഒരാളുണ്ട്. ലൂയിസ് മറിയം എന്ന് പറയുന്നത് പണ്ട് ഈ 1900s തുടക്കത്തിൽ 1920s ഈ US ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, അതായത് അവിടെയുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ആളാണ് ഈ ലൂയിസ് മറിയം എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോ അപ്പോൾ അദ്ദേഹം ഒരു ദ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ട് 1928 പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ സെക്രട്ടറി ഓഫ് ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് 2 ബ്ലേഡ്സ് ലൈക്ക് എ പെയർ ഓഫ് സിസേഴ്സ്. അതായത് ഒരു കത്രികയ്ക്ക് 2 ബ്ലേഡുകൾ ഉണ്ടാവുമല്ലോ, ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള 2 ബ്ലേഡുകൾ ഉണ്ടാവും. അതേപോലെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് കോർബാണ്, രണ്ടാമത്തെ ബ്ലേഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ആണെന്നാണ് ഈ ലൂയിസ് മറിയം പറയുന്നത്. അപ്പോൾ ഒരു സിസേഴ്സ് കൃത്യമായിട്ട് ഒരു കത്രിക ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ടും വേണം. അപ്പോൾ അതേപോലെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ലൂയിസ് മറിയം പറയുന്നത്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഈ പോസ്റ്റ് കോർബും വേണം, സബ്ജക്റ്റ് മാറ്ററും വേണം, എന്നാൽ മാത്രമേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു എഫക്റ്റീവ് ടൂളായിട്ട് മാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് പോസ്റ്റ് കോർബ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ വ്യൂ കമ്പൈൻഡ് ആണ്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഇത് ഒരുമിച്ച് കിട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ പോസ്റ്റ് കോർബും സബ്ജക്റ്റ് മാറ്ററും കൂടി കൂട്ടിച്ചേർത്താൽ വരുന്നത് എന്താണോ അതാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ്. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കേണ്ട ഒരു കേസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലും US പോലുള്ള വികസിത രാജ്യങ്ങളിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ റോൾ എന്താണ്. അപ്പോൾ അതിനകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിങ്കറായിട്ടുള്ള ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഈസ് യൂണിവേഴ്സൽ എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഭരണനിർവഹണം എന്ന് പറയുന്ന കാര്യം, കാര്യനിർവഹണം എന്ന് പറയുന്ന കാര്യം യൂണിവേഴ്സലാണ്, ഇത് എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീസിൽ പോലും ഈ കാര്യം കാണാൻ പറ്റും. ഓക്കെ, അവിടെയും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു 4 ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നു പോകുന്നു, ആൾക്കാർ തോന്നിയ പോലെ ജീവിക്കുന്നു, ആ രീതിയിലല്ലല്ലോ. അവിടെയും നിങ്ങൾക്കിടയിൽ ഒരു കോർഡിനേഷനും കോപ്പറേഷനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൊതുവായിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം കോപ്പറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർ കൂട്ടം കൂടി എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ പൊതുഭരണം എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു 19th സെഞ്ച്വറിയുടെ ഒരു പകുതി തൊട്ട് ലോകത്തിൽ എമേർജ് ചെയ്യാൻ വന്നിട്ടുള്ള പുതിയൊരു ട്രെൻഡാണ്. അതിനെയാണ് എമേർജൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാം. എമേർജൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നിങ്ങൾ ആലോചിക്കുക, ഓക്കെ, ഒരു 10-200 കൊല്ലം മുമ്പത്തെ കഥ ആലോചിച്ച് കഴിഞ്ഞാൽ, അന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഭരണകൂടം എന്ന് പറയുന്ന എൻറ്റിറ്റി പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ അവർ സംരക്ഷിക്കും, ഡിഫൻസ്. ഓക്കെ, രണ്ടാമത്തത് ദേ വിൽ പ്രൊവൈഡ് ലോ ആൻഡ് ഓർഡർ. ഓക്കെ, അതായത് രാജ്യത്തിനകത്തുള്ള ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ആൾക്കാർ തമ്മിൽ ആക്രമിക്കുന്നില്ല, ഇപ്പോൾ ഈ പൈസ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നുള്ളവൻ അത് തട്ടിപ്പിടിച്ച് വാങ്ങിക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ പ്രൊവൈഡ് ചെയ്യും, പോലീസിങ് ഫങ്ഷൻസ്. ഇതായിരുന്നു പണ്ട് കാലത്ത് ഏതൊരു സ്റ്റേറ്റും ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ നൈറ്റ് വാച്ച്മാൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഒരു കാവൽക്കാരനെ വെക്കുന്നത് പോലെയാണ് അന്നത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആ ജോലിയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ അക്രമം നടക്കുന്നില്ല, കൊലപാതകം നടക്കുന്നില്ല, നിങ്ങളാരും ആക്രമിക്കുന്നില്ല, ഈ കാര്യം മാത്രം ഉറപ്പുവരുത്തുന്നു. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പാടായി. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് എത്ര കുട്ടികൾ വേണമെങ്കിലും ആവാം, കുട്ടികളെ സ്കൂളിൽ വിടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് അവിടെ ലീഗലായിട്ടുള്ള ഏത് ജോലിയും ചെയ്യാം. ഇതാണ് അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്.
പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഒരു എന്താ പറയുന്നത് ഒരു എവർ എക്സ്പാൻഡിങ് എൻറ്റിറ്റി ആയിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും സ്റ്റേറ്റ് ഇടപെടുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഇവിടുത്തെ ഡിഫൻസും ലോ ആൻഡ് ഓർഡറും മാത്രമല്ല നോക്കുന്നത്. സ്റ്റേറ്റ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽത്ത് കെയർ തരുന്നുണ്ട്, ഇവിടുത്തെ പോളിസീസ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് എങ്ങനെയെങ്കിലും രാജ്യത്തിൻ്റെ എക്കണോമി ഡെവലപ്പ് ചെയ്തോട്ടെ എന്നല്ല പറയുന്നത്, എങ്ങനെയാണ് രാജ്യത്തിൻ്റെ എക്കണോമി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അവശത അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ബർത്തും ഡെത്തും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എല്ലാത്തിനകത്തും സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ബിക്കം ആൻ അഡ്മിനിസ്ട്രേറ്റർ, ഒരു നൈറ്റ് വാച്ച്മാൻ എന്നുള്ളിടത്തുനിന്ന്, ഒരു പ്രൊട്ടക്ടർ എന്നുള്ളിടത്തുനിന്ന് മാറിയിട്ട് സ്റ്റേറ്റ് ഒരു പ്രൊട്ടക്ടറാണ്, പ്രൊവൈഡറാണ്, റെഗുലേറ്ററാണ്, അഡ്മിനിസ്ട്രേറ്ററാണ്. സ്റ്റേറ്റ് ഒരുപാട് ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഈ സ്റ്റേറ്റ് ഇത്രയധികം നമ്മുടെ എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്താൻ തുടങ്ങാൻ രണ്ട് കാരണങ്ങളാണ് പറയപ്പെടാറുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷനാണ്. അതായത് ലോകത്തിൽ ഈ വ്യാവസായിക വിപ്ലവം വന്നതോട് കൂടിയിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ആ ഫീൽഡുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് മുമ്പ് വരെ ഇതൊരു പ്രശ്നമായിരുന്നില്ല. ആൾക്കാർ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ആൾക്കാർ ചെയ്യുന്നത്. ചില ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ ഈ ആർട്ടിസാൻസ്, ക്രാഫ്റ്റ്മാൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതേ ഉള്ളൂ. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നതോട് കൂടിയിട്ട് നമ്മളിവിടെ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ വലിയ ഫാക്ടറികൾ വരാൻ തുടങ്ങി, വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ റാപ്പിഡ് ഫേസിൽ ഇവിടെ സംഭവിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യണം, ഇതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കണം, ഇതിനകത്തൊക്കെ ഒരു ഓർഡർ കൊണ്ടുവരണം. രണ്ടാമത്തെ കേസ്, അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ഈ മേഖലകൾ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോട് കൂടിയിട്ട് പല മേഖലകളെയും നമുക്ക് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടി വേണം. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വന്നു. അതുകൂടാതെ ഒരു 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയിട്ട് ഒരു 1900-ൻ്റെയൊക്കെ തുടക്കത്തോടു കൂടിയിട്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എമേർജ് ചെയ്തു. അതായത് സ്റ്റേറ്റ് ഈ പറയുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സ്റ്റേറ്റ് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അതായത് സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ടു ലുക്ക് ആഫ്റ്റർ ദ പീപ്പിൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ടു കെയർ ഫോർ ദി പീപ്പിൾ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ ആക്ച്വലി ഇന്ന് നമ്മൾ കാണുന്ന പോലെ അഡ്മിനിസ്ട്രേഷൻ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു രാജ്യത്തിൽ ഒരു ഫാമിനൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ഷാമമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ അല്ലാത്ത കാര്യങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെ വാക്സിനേഷൻ, അല്ലെങ്കിൽ ആളുകൾക്ക് ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കുക, ആൾക്കാർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക, രാജ്യത്തിലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ പ്രായമായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഗവൺമെൻറ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല. കാരണം അന്ന് ഗവൺമെൻറ് ജോലി പ്രൊട്ടക്ടർ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ സ്റ്റേറ്റ് ഒരു പ്രൊവൈഡറായിട്ട് മാറി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഓക്കെ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തലാണ് രാജ്യത്തിൻ്റെ ലക്ഷ്യം, സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം എന്നായിട്ട് മാറി. അങ്ങനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നതോട് കൂടിയിട്ട് സ്റ്റേറ്റ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ആയിട്ട് മാറി. എല്ലാ മേഖലയിലും സ്റ്റേറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്നത് കാണാൻ പറ്റും, സ്റ്റേറ്റ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് കാണാൻ പറ്റും, സ്റ്റേറ്റ് ആരോഗ്യരക്ഷ കൊടുക്കുന്നത് കാണാൻ പറ്റും, സ്റ്റേറ്റ് ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് കാണാൻ പറ്റും, സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റിൻ്റെ എമർജൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങളല്ല, ഇൻഡസ്ട്രിയലൈസേഷനും വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ എമർജൻസ് കാരണമാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം സ്റ്റേറ്റ് ഇത്രയധികം വലുതായപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെയൊക്കെ ഡെയിലി ലൈഫിനകത്ത് സ്റ്റേറ്റ് ഉണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് തിങ്സ് വർക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസിഡർഡ് ആസ് എ ഗ്രേറ്റ് മോഡേണൈസർ. ഓക്കെ, ഗ്രേറ്റ് മോഡേണൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ടുള്ളതിൽ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വലിയൊരു റോളുണ്ട്. ഇൻ അതർ വേർഡ്സ് സ്റ്റേറ്റിൻ്റെ ഒരു റോളുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ കേസ് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു. ആ ദുരാചാരങ്ങൾ ഇവിടെ എങ്ങനെ ഇല്ലാതായെന്ന് നോക്കുക. അതില്ലാതായത് ഓട്ടോമാറ്റിക് ആയിട്ടൊരു സിവിൽ ട്രാൻസ്ഫോർമേഷൻ വന്നതല്ല, ആളുകൾക്കൊരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ വന്നതല്ല. പലപ്പോഴും സ്റ്റേറ്റ് ഇടപെട്ടിട്ടാണ് ആ ദുരാചാരങ്ങൾ അവസാനിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള തൊട്ടുകൂടായ്മ. ഈ തൊട്ടുകൂടായ്മ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അവസാനിപ്പിച്ചതാണോ? അല്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട് തൊട്ടുകൂടായ്മ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്, അല്ലെങ്കിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒഫൻസ് ആണ്. ഇവിടെ ഒരു സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ തൊട്ടുകൂടായ്മ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് ജയിലിലിടും. ഓക്കെ, സോ ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ മടി കാണിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയത് എപ്പോഴാണ്? സ്റ്റേറ്റ് അതിനകത്ത് ഇൻ്റർവ്യൂൻ ചെയ്തപ്പോഴാണ്.
ഓക്കെ, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് ഇൻ്റർവ്യൂൻ ചെയ്തപ്പോഴാണ്. അതാണ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു മോഡേണൈസർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, പക്ഷേ വന്ന മാറ്റം എന്താ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്പായി. അപ്പോൾ അത് സ്റ്റേറ്റ് ഒരു മോഡേണൈസറാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഒരു നേഷൻ ബിൽഡറാണ്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കേസിൽ, ഇത്രയധികം ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യങ്ങളുടെ കേസിൽ നമ്മളെ യൂണിഫൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്, ഇവിടുത്തെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഈ മോഡേണൈസറിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെ വർദ്ധിച്ചു? ഇവിടെ ആൾക്കാർ ജസ്റ്റ് പണിക്ക് പോയി, അതുകൊണ്ട് ആൾക്കാരുടെ ജീവിത നിലവാരം വർദ്ധിച്ചതല്ല. അതിനുള്ള കാരണം ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ബെറ്റർ ആയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് ഗവേണൻസ് പോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തിയ കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഫൈനലി ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിലുള്ള റോൾ എന്താണ്? അപ്പോൾ ഈ റോൾ രണ്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ കേസിൽ, ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കേസിൽ നമ്മളിവിടുത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ചേഞ്ച്, ഇതിൻ്റെയൊക്കെ ഒരു മേജർ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ സോഷ്യൽ ഈവിൾസ് ഇല്ലാതാക്കിയത് ഈ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. സോഷ്യൽ ചേഞ്ച്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി ഇത്രയധികം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ ജീവിത നിലവാരം ഇങ്ങനെ ഉയരാൻ തുടങ്ങിയത് എങ്ങനെയാണ്? 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്കാരൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇന്ത്യക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിനുള്ള കാരണം ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. സോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെയും സോഷ്യൽ ചേഞ്ചിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്, ഇത് മാത്രമാണെന്നല്ല പറയുന്നത്, ഒരു മേജർ ഇൻസ്ട്രുമെൻറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അതേപോലെ തന്നെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം, ഇല്ലിറ്ററസി, ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ്, മാൽ ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ലിറ്ററസി പ്രോഗ്രാംസ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് സ്കീംസ് ഉണ്ട്, ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ പറയുന്ന മിഡ് ഡേ മീൽ സ്കീം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസും വെൽഫെയർ സർവീസസും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡെവലപ്പിംഗ് വേൾഡിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചറാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ റോഡ്, പാലം, റെയിൽവേ ലൈന് ഇതൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റുകൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ അത് ക്ലെയിം ഉന്നയിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ്, പുതിയ റോഡ് വരുന്നു, പുതിയ പാലം വരുന്നു, പുതിയ റെയിൽ ലൈൻ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെക്കാട്ടിലും വി ആർ ഫോക്കസിങ് ഓൺ ആഡിങ് ന്യൂ തിങ്സ്. അതിനുള്ള കാരണം എന്താണ്? നമ്മളോട് അതില്ല, നമ്മളോട് ആവശ്യത്തിന് റെയിലോ റോഡോ പാലങ്ങളോ ഇല്ല. ഓക്കെ, ഈ ഡെവലപ്പിംഗ് വേൾഡിൻ്റെ പ്രശ്നം അതാണ്. അതുകൊണ്ടാണല്ലോ അവർ വികസിതം എന്ന് നമ്മൾ പറയാത്തത്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു സെൻസ് ഓഫ് നേഷൻഹുഡ്, ഒരു ദേശീയത വളർത്താൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാരണമായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കാണുന്നത് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറായിട്ടാണ്. ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ ഡെവലപ്ഡ് ആണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള റോഡുകളുണ്ട്, റെയിലുണ്ട്, പാലങ്ങളുണ്ട്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർക്ക് നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നിലവിലുള്ള ഫെസിലിറ്റീസ്, നിലവിലുള്ള സർവീസസ് ഇമ്പ്രൂവ് ചെയ്യണം. അവർക്ക് സർവീസസ് കിട്ടണം എന്നുള്ളതല്ല, ദേ ഓൾറെഡി ഗെറ്റിംഗ് ദ സർവീസസ്, അവർക്ക് അതിൻ്റെ ക്വാളിറ്റി കൂടണം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയുടെ എലമെൻറ്റ് കുറച്ചും കൂടി കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കേരളത്തിൽ ഓൾറെഡി ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സോ വാട്ട് വി ആർ കറൻ്റ്ലി ഡൂയിങ്, വി ആർ ട്രൈങ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കേസ് ഞാൻ എക്സാമ്പിളായിട്ട് പറയാനുള്ള കാരണം, കേരളം കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള, മറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വഭാവം കുറച്ചും കൂടി ഒരു ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെവലപ്ഡ് വേൾഡിലുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ളത് കാണാൻ പറ്റും. സോ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. പിന്നുള്ളത് ഈ ഡെവലപ്ഡ് കൺട്രികളിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും പ്രൈവറ്റ് സെക്ടറുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ പബ്ലിക് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെയിം സർവീസസ് ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ദേ വിൽ ബി ഫോഴ്സ് ടു കോമ്പീറ്റ് വിത്ത് ദി പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ജനങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. അവർക്ക് ഒന്നെങ്കിൽ ഗവൺമെൻറ് അടുത്ത് നിന്ന് ഈ സർവീസ് കിട്ടും, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഈ സർവീസ് കിട്ടും. അപ്പോൾ അതിനകത്ത് ഏതാണോ ബെറ്റർ ദേ വിൽ ചൂസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ഇവർ ഇൻ ക്വാളിറ്റേറ്റീവ് ടേംസിലൊക്കെ പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ്
ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ റോൾ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ്, അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ വരുന്ന ഡിഫറെൻറ്റ് മീനിങ്സ് പറഞ്ഞു. അതേപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ 2 ടൈപ്സ് പറഞ്ഞു. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും പറഞ്ഞു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് പറഞ്ഞു, അതിനകത്ത് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ റോൾ എന്താണ്, ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലുള്ള റോൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.